എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ അവർ ബോഡി. നമ്മളെ ബോഡിയിൽ എത്ര എമൗണ്ട് വെള്ളം ആവശ്യമുണ്ട്? വാട്ടർ ഇസ് ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ദ ഹ്യൂമൻ ബോഡി. മനുഷ്യൻ്റെ ശരീരത്തിന് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോമ്പോണൻ്റ് ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് എന്ത് വാട്ടർ എന്ന് പറയുന്നത്. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഓൾ ലൈഫ് ഫങ്ഷൻ. നമ്മളെ ലൈഫിൻ്റെ എല്ലാ ഫങ്ഷൻസുകളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ ഹ്യൂമൻ ബോഡിയിൽ എന്ത് വേണം? വാട്ടർ വേണം. അതുകൊണ്ടാണ് വാട്ടർ നമ്മളെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയിട്ടുള്ളത് നമുക്കുള്ളത്. അപ്പോൾ നമുക്ക് ഓരോ പാർട്ടിലും എത്ര വെള്ളം വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ബ്രെയിനിൽ 73% വാട്ടർ ആവശ്യമാണ്. ബ്ലഡിൽ 94% വാട്ടർ വേണം. കിഡ്നിയിൽ 79%, മസിൽസിൽ 75%, ഹാർട്ടിൽ 75%, ലങ്സിൽ 83%, ബോൺസിൽ 31%. ഒരു എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ, നമ്മളെ ബ്ലഡിൽ എത്ര പെർസെൻറ്റേജ് വാട്ടർ ഉണ്ടോ എന്നുള്ളത് ഒരു എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അതുപോലെ ഇതൊക്കെ എന്താണ് ഇതിൽ ചിലപ്പോൾ നമ്മളോട് അന്ന് ബ്ലഡാണ് ചോദിച്ചു വെച്ചാൽ ഇപ്പോൾ ബോഡിയിൽ വേറെ പാർട്സുകൾ ചോദിച്ചിട്ട് എത്ര പെർസെൻറ്റേജ് വാട്ടർ ഉണ്ട് എന്നുള്ളത് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കുക. അപ്പോൾ നമ്മളെ ബോഡിയിലുള്ള എല്ലാ ലൈഫ് ഫങ്ഷൻസും നടക്കണം എന്നുണ്ടെങ്കിൽ വാട്ടർ വേണം. അപ്പോൾ ഓരോ പാർട്ടിലും എത്ര കണ്ട് വാട്ടറാണ് ആവശ്യമുള്ളത് എന്നുള്ളതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ നമ്മളിപ്പോൾ ഈ ഹ്യൂമൻസിന് വെള്ളം ഭയങ്കരമായിട്ട് ആവശ്യമുള്ള സാധനമാണെന്ന് പറഞ്ഞു. അതുപോലെ പ്ലാന്റ്സിലും എന്ത് വേണം? വാട്ടർ വേണം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ത് വാട്ടറിൽ നമ്മളെ ഫോട്ടോസിന്തസിസ് നടക്കണം എന്നുണ്ടെങ്കിൽ 4 കോമ്പോണൻസ് അത്യാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊരു കോമ്പോണൻ്റ് ആയിരുന്നു എന്ത്, അതിലൊരു ഫാക്ടറായിരുന്നു നമ്മളെ വാട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലാന്റ്സിനും എന്ത് വേണം? വാട്ടർ വേണം. പ്ലാന്റ്സ് ഓൾസോ നീഡ് വാട്ടർ. ഓൾ ലിവിങ് ബീങ് നീഡ് വാട്ടർ ഫോർ ലൈഫ് ഫങ്ഷൻ. പ്ലാന്റ്സിന് എന്ത് വേണം? വാട്ടർ വേണം. അതുപോലെ തന്നെ എല്ലാ ലിവിങ് ബീങ്സിനും അവരുടെ ലൈഫ് ഫങ്ഷൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ വാട്ടർ വേണം. അപ്പോൾ മനുഷ്യനും മറ്റുള്ള ജീവികൾക്കും മരങ്ങൾക്കും മൃഗങ്ങൾക്കും എല്ലാവരുടെ ലൈഫ് ഫങ്ഷൻസും നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മുടെ വാട്ടർ വേണം. അപ്പോൾ നമ്മൾ പ്ലാന്റ്സിലുള്ള വാട്ടറിൻ്റെ ഇത് നോക്കാം കേട്ടോ. എന്താണ്? ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. ലീവ്സിൽ ഉണ്ടാക്കുന്ന ഫുഡ് നമ്മളെ പ്ലാന്റിൻ്റെ ബാക്കിയുള്ള പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. അതായത് പോകാൻ, ഓരോ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട് ഓഫ് പ്ലാന്റ്. ആ ലീവ്സിൽ നിന്ന് പ്ലാന്റിൻ്റെ ബാക്കിയുള്ള പാർട്സിലേക്ക് പോകാൻ അവിടെ എന്ത് വേണം? വാട്ടർ വേണം. പിന്നെ ഫോർ ഫോട്ടോസിന്തസിസ് നമ്മൾ പഠിച്ചതാണ് എന്ത്, ഫോട്ടോസിന്തസിസിനും വാട്ടർ വേണം. ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. നമ്മൾ അബ്സോർബ് ചെയ്തിട്ടുള്ള, അതായത് നമ്മളെ പ്ലാന്റ്സിൻ്റെ റൂട്ട് അബ്സോർബ് ചെയ്തിട്ടുള്ള മിനറൽസ് ഉണ്ടല്ലോ, അതും ഓരോ ഭാഗങ്ങളിലേക്കും എത്തണമെന്നുണ്ടെങ്കിൽ അത് ലീവ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മളെ റൂട്ടിൽ നിന്ന് കിട്ടിയ മിനറൽസ് എന്ത് ചെയ്യാണ്? നമ്മളെ ലീവ്സിലേക്ക് പോകണം. അതിന് എന്ത് വേണം? ആ പോവാനും വെള്ളം വേണം. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റിൻ്റെ ബോഡി അതുപോലെ ആ സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടും വാട്ടർ വേണം. അപ്പം 4 യൂസസ് ആണ് വാട്ടറിൻ്റെ പ്ലാന്റ്സിലുള്ളത്. എന്തൊക്കെയാണ്? ടു ട്രാൻസ്പോർട്ട് ഫുഡ് ഫ്രം ലീവ്സ് ടു അതർ പാർട്ട് ഓഫ് പ്ലാന്റ്. ലീവ്സിൽ നിന്ന് നമ്മളെ പ്ലാന്റിൻ്റെ പാർട്സിലേക്ക് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ എന്ത് വേണം? വാട്ടർ വേണം. ഫോർ ഫോട്ടോസിന്തസിസിന് വേണം. ടു മെയിൻറ്റെയിൻ ദ സ്ട്രക്ചർ ഓഫ് ദ പ്ലാന്റ് ബോഡി. പ്ലാന്റ് ബോഡിൻ്റെ, അതായത് ആ സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ മരത്തിൻ്റെ ബോഡി സ്ട്രക്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, അത് നിലനിർത്തണം എന്നുണ്ടെങ്കിൽ അതിനും എന്ത് വേണം? വാട്ടർ വേണം. ടു ട്രാൻസ്പോർട്ട് ദ അബ്സോർബ്ഡ് മിനറൽസ് ടു ദ ലീവ്സ്. പ്ലാന്റ് അബ്സോർബ് ചെയ്തിട്ടുള്ള മിനറൽസ് നമ്മളെ ലീവ്സിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? വാട്ടർ വേണം. ആ 4 യൂസസ് ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഈസ് ദ ബെനഫിറ്റ് ഓഫ് ടെസ്റ്റിംഗ് വാട്ടർ? നമ്മൾ വാട്ടർ ഒരു ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റുകൾ, ആ ടെസ്റ്റിങ്ങിൻ്റെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ടെസ്റ്റിംഗ് വാട്ടർ എൻഷുർ ദാറ്റ് ഇറ്റ് ഈസ് സേഫ് ടു കൺസപ്ഷൻ ബൈ ചെക്കിംഗ് ഫോർ എ കണ്ടാമിനേറ്റ് ലൈക്ക് ബാക്ടീരിയ, കെമിക്കൽസ് ആൻഡ് അതർ ഇമ്പ്യൂരിറ്റീസ്. ഇപ്പോൾ ഒരു വെള്ളം കുടിച്ചിട്ട് നമ്മൾ മഞ്ഞപ്പിത്തം സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അല്ലേ?
അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഈ വെള്ളം എടുത്തിട്ട് ഒരു ടെസ്റ്റിന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ബാക്ടീരിയ, കെമിക്കൽ, അങ്ങനെയുള്ള ഇമ്പ്യൂരിറ്റീസ്, കേടുള്ള സംഭവങ്ങൾ എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ടെസ്റ്റിംഗ് ആണ്, വാട്ടർ ടെസ്റ്റിങ്ങുകളാണ്. ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രിവെൻറ്റിങ് വാട്ടർ ബോൺ ഡിസീസ് ആൻഡ് മെയിൻറ്റെയിനിങ് പബ്ലിക് ഹെൽത്ത്. നമ്മളിപ്പോൾ പറഞ്ഞില്ലേ, ഓരോ വെള്ളത്തിൻ്റെ അസുഖങ്ങൾ, നമ്മൾ വെള്ളം കുടിച്ചിട്ട് വരുന്ന അസുഖങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതാണ് ഇതിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ടെസ്റ്റ് ഫാക്ടറും പ്രസൻസും പറയുന്നുണ്ട്. നമ്മളൊരു വാട്ടർ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നോർമലായിട്ട് അതിന് എന്തുണ്ട്, നമ്മളെ വാട്ടറിന് എന്തില്ല, കളറില്ല, അതുപോലെ സ്മെല്ലില്ല, ബാക്ടീരിയ ഉണ്ട്. യെസ്, ബാക്ടീരിയാസ് ഉണ്ട്. പക്ഷേ നല്ല ബാക്ടീരിയകളും അതിൽ രോഗങ്ങൾ വരുത്തുന്ന ബാക്ടീരിയാസും ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടെസ്റ്റിങ് പോകുന്നത്. ഓക്കെ, നമ്മൾ ഒരു ശുദ്ധജലമാണെന്നുണ്ടെങ്കിൽ എന്തില്ല, അതിൽ നോ കളർ ആൻഡ് നോ ഓർഡർ, ഒരു സ്മെല്ലോ ഒരു കളറോ ഇല്ലാത്തതാണ് എന്ത്, നമ്മൾ പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. യെസ്, അതാണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, പ്യുവർ വാട്ടർ എന്നുള്ളത് ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ വാട്ടർ ദാറ്റ് ഈസ് ഫ്രീ ഫ്രം കളർ, ഓർഡർ ആൻഡ് ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസംസ്. എന്താണ്, കളറോ ഓർഡറോ ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസോ ഇല്ലാത്ത ഫ്രീ ആയിട്ടുള്ള ഈ വക സാധനങ്ങളൊന്നും ഇല്ലാത്ത വെള്ളത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. എന്താണ്, നേരത്തെ നമ്മൾ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടാവുമെന്ന് പഠിച്ചില്ലേ, ആ ബാക്ടീരിയ നമ്മൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വെള്ളം ബോയിൽ ചെയ്ത് കുടിക്കണം എന്ന് പറയണില്ലേ, വെള്ളം ചൂടാക്കി കുടിക്കണം, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, പ്യുവർ വാട്ടർ. അതിലെന്തുണ്ടാവില്ല, ബാക്ടീരിയയോ മൈക്രോ ഓർഗാനിസംസോ ഉണ്ടാവില്ല, അതിന് സ്മെല്ലോ കളറോ ഒന്നും ഉണ്ടാവില്ല. അത് കുടിക്കാനും നമ്മൾ അല്ലാത്ത ഡൊമസ്റ്റിക്, നമ്മളെ വീട്ടിലെ ആവശ്യങ്ങളുണ്ടല്ലോ, ഡൊമസ്റ്റിക് പർപ്പസസ്, നമ്മളെ ഓരോ ആവശ്യങ്ങൾക്കും അത് ഉപയോഗിക്കുന്നത് എന്താണ്, അത് സേഫാണ്. അതാണ് നമുക്ക് പ്യുവർ വാട്ടറാണ് സേഫായിട്ടുള്ള വാട്ടർ. അതിന് കളറോ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല, ബാക്ടീരിയ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസംസ് ഇതൊന്നും ഇല്ലാത്ത ഫ്രീ വാട്ടറിനാണ് എന്ത് പറയുന്നത്, പ്യുവർ വാട്ടർ എന്ന് പറയുന്നത്. എന്താണ്, ഇറ്റ് ഈസ് ദ വാട്ടർ ദാറ്റ് ഈസ് ഫ്രീ ഫ്രം കളർ, ഓർഡർ ആൻഡ് ബാക്ടീരിയ ഓർ മൈക്രോ ഓർഗാനിസംസ്. ഇറ്റ് ഈസ് സേഫ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് അതർ ഡൊമസ്റ്റിക് പർപ്പസസ്. ഓക്കെ, ഡസ് വാട്ടർ ഹാവ് എനി ഷേപ്പ്? നമ്മൾ വെള്ളത്തിന് ഷേപ്പ് ഉണ്ടോ? ഇല്ല അല്ലേ, നോ. വാട്ടർ ടേക്സ് ദ ഷേപ്പ് ഓഫ് ഇറ്റ്സ് കണ്ടെയ്നർ. ഏത് കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ഏത് ഷേപ്പിലുള്ള കണ്ടെയ്നറിലാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് ആ ഷേപ്പിലേക്ക് എന്ത് മാറും, വെള്ളം മാറും. നമ്മളിപ്പോൾ ഇവിടെ കാണുന്ന ഓരോ പാത്രങ്ങളുണ്ട് അല്ലേ, ആ പാത്രങ്ങളിലൊക്കെ വെള്ളം എടുക്കണമെങ്കിൽ എന്താവും, നമ്മൾ ആ പാത്രം ഏത് പാത്രമാണോ നമ്മളെടുത്തത് ആ പാത്രത്തിൻ്റെ ഷേപ്പിലാണ് എന്തുണ്ടാവുക, വാട്ടർ ഉണ്ടാവുക. അല്ലാണ്ട് നമ്മളെ വാട്ടറിന് എന്തില്ല, ഒരു ഷേപ്പ് ഇല്ല. സിങ്ക് ഓർ ഫ്ലോട്ട്, കുറച്ച് സാധനങ്ങൾ നമുക്കിനി അതിൽ പറയുന്നുണ്ട്. ഓരോ സാധനങ്ങൾ സിങ്ക് ചെയ്യുക, മുങ്ങോ അതോ ഒഴുകി പോവോ, ഫ്ലോട്ടിങ് ചെയ്യോ, ഒഴുകി പോവുകയാണോ, മേലെ ഇങ്ങനെ പൊന്തി കിടക്കൂലേ. ഇപ്പം നമ്മൾ ഒരു തോണി, നമ്മൾ മഴ പെയ്യുമ്പോൾ എന്താ ഈ പിക്ചറിൽ കാണുന്നില്ലേ, മഴ പെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ തോണി അല്ലേ, ഈ തോണി വെള്ളത്തിൽ കൊണ്ടുപോയിട്ടാൽ മുങ്ങോ, ഇല്ല അല്ലേ, മുങ്ങൂലല്ലോ, അത് പൊന്തി കിടക്കും. പക്ഷേ നമ്മൾ ഒരു കല്ല് അല്ലെങ്കിൽ ഇതേപോലെ ഒരു ക്യാഷ് ഒക്കെ ഒരു വെള്ളത്തിലിട്ടാൽ അതെന്താവും, അത് താഴോട്ട് മുങ്ങിപ്പോവും. അപ്പോൾ അതാണ് ഇനി നോക്കാൻ പോകുന്നത്, സിങ്ക് ഓർ ഫ്ലോട്ട്. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഒബ്ജക്റ്റ് സിങ്ക് ഓർ ഫ്ലോട്ട് ഇൻ വാട്ടർ? യെസ് ആൻഡ് റൈറ്റ് യുവർ ഫൈൻഡിങ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റോൺ തന്നിട്ടുണ്ട്, അതെന്താണെന്നുള്ള ഗസ് ചെയ്യുക. അതിൻ്റെ ഫൈൻഡിങ് എന്താണ്, വെള്ളത്തിന് മുങ്ങോ ഇല്ലേ, മുങ്ങൂലേ. ബലൂണോ മുങ്ങൂല, കോയിന് മുങ്ങും. വുഡ് പീസ് വെള്ളത്തിൽ പൊന്തി കിടക്കും. ക്യാംഫർ പൊങ്ങിക്കിടക്കും. പ്ലാസ്റ്റിക് പൊങ്ങിക്കിടക്കും. അയൺ നെയിൽ താവൂലേ. പിന്നെ ലീഫ് പൊന്തി കിടക്കും. വാക്സ് എന്താവും, പൊന്തി കിടക്കും. ഐസ് പൊന്തി കിടക്കും. ജ്യൂസിൽ നമ്മൾ ഐസ് ഇട്ടാൽ എന്താവും, അത് പൊന്തി കിടക്കൂലേ. നമ്മൾ ക്ലാസ്സിൽ ചെയ്ത് നോക്കിയ ഒരു ടെസ്റ്റാണ്. അപ്പോൾ അത് എല്ലാവരും സിങ്ക് ഫ്ലോട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ, കാരണം നമ്മളത് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. We often utilize the ability of subject to float in water
don't we? Write some example of such situation. Yes. ഒരു ഒബ്ജക്റ്റിൻ്റെ എബിലിറ്റി എന്താണ്? വെള്ളത്തിൽ പൊങ്ങി കിടക്കാനുള്ള എബിലിറ്റി ഉള്ള കുറച്ച് സാധനങ്ങൾ, അതിന് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ്റെ എക്സാമ്പിൾസ്? റാഫ്റ്റിംഗ്, ബോട്ടിംഗ്, സ്വിമ്മിങ്, ഫിഷിംഗ്, അല്ലേ? ഇതൊക്കെ എന്താണ്? വെള്ളത്തിൽ പൊന്തി കിടക്കുന്ന ഓരോ സിറ്റുവേഷൻസുകളാണ്, അല്ലേ? ഫിഷിങ്ങിന് പോകുമ്പോൾ എന്താണ്? വെള്ളത്തിൽ താന്നാൽ ഫിഷിങ്ങിന് പോകാൻ പറ്റുമോ? ഇല്ല, അല്ലേ? വെള്ളത്തിൽ പൊന്തി കിടക്കുന്നതാണ് ഫിഷിങ് ചെയ്യാൻ പറ്റും. സ്വിമ്മിങ് ആണെങ്കിലോ മേലെ കൂടെ നീങ്ങുന്ന താഴത്ത് കൂടെ നീന്തിയാൽ എന്താവും? ശ്വാസം കിട്ടാണ്ടാവും, അല്ലേ? ബോട്ടിങ് ആണെങ്കിലും എന്താണ്? വെള്ളത്തിന് മേലെ കൂടെയാണ് പോകുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?